ഹലോ, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമുക്ക് മുടിയൊക്കെ ഒന്ന് ടച്ചപ്പ് ചെയ്യണം. അതായത് നമുക്ക് ചെറിയ ചെറിയ വൈറ്റ് ഹെയർസ് ഇപ്പം നമുക്ക് പെട്ടെന്ന് പുറത്ത് പോകണം. അപ്പം നമുക്ക് ഡൈ ചെയ്യാനോ അതിനൊന്നും സമയമില്ല. ഫുൾ നരച്ചതല്ല കേട്ടോ ഒന്നും പറയുന്നത്. ജസ്റ്റ് ഒന്ന് ചെറിയ ചെറിയ നരകളൊക്കെ അപ്പോൾ അതൊക്കെ ആം, ഒന്ന് വൃത്തിയാക്കി എടുക്കണം. അല്ലെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുരികം നമുക്ക് ഹെയർ ലോസ് വരും അല്ലേ. അപ്പോൾ അവിടെയൊക്കെ ഐബ്രോയ്ക്ക് നമുക്ക് ഇതൊന്ന് കളർ കൊടുക്കണം. അതെന്ന് വെച്ചാൽ നല്ല മസ്കാര ഇതൊക്കെ. പക്ഷേ കൺമഷിയായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇതിൽ ഓയിലൊക്കെ ഉള്ളതുകൊണ്ട് നമ്മുടെ പണ്ടത്തെ കൺമഷിയുടെ ഒരു ഓർമ്മ വരും. കണ്ണിൽ തേച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കണ്ണിൽ നിന്ന് വെള്ളം വരും. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ വളരെ ഈസി ആയിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാനിത് എൻ്റെ കഴിഞ്ഞു. അപ്പോൾ എനിക്കിപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കിയത് ഒരു വർഷത്തോളം വേണമെങ്കിൽ നിൽക്കും. അധികം ഞാൻ കംപ്ലീറ്റ് തേക്കുന്ന കാര്യമല്ല പറയുന്നത്. നമുക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മസ്കാരയൊക്കെ ചെയ്യുന്ന പോലെയൊക്കെ. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടതെന്ന് പറഞ്ഞാൽ ഓയിലും ബട്ടറും അതുപോലെ തന്നെ വാക്സ് പിന്നെ കളർ പിഗ്മെന്റ്, അതായത് നമ്മുടെ ബ്ലാക്ക് കളറുള്ള കരിയുടെ കരി വേണം. അതായത് നമ്മുടെ ചിരട്ടക്കരിയോ അല്ലെന്ന് വെച്ചാൽ വീട്ടിൽ തന്നെ നമുക്ക് ജീരകമോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ചിട്ട് പൊടിച്ച് നല്ല പൊടിയായിട്ട് എടുത്തിട്ടുള്ള കരി വേണം. അപ്പം നമ്മൾക്ക് അളവിലേക്ക് പോകാം. കൊക്കം ബട്ടർ ഞാൻ എടുത്തത് 20% ആണ്. ഞാൻ 100%ലാണ് പറയുന്നത്. 20% കൊക്കം ബട്ടർ. പിന്നെ ഞാൻ എടുത്തത് കോക്കനട്ട് ഓയിലാണ്. കോക്കനട്ട് ഓയിലിന് പകരം നിങ്ങൾക്ക് ഹെയറിന് ആവശ്യമുള്ള ഏതെങ്കിലും ഓയിൽ എടുക്കാൻ വേണമെങ്കിൽ അത് 24.5 ആണ് ഞാൻ എടുത്തത്. അത് കഴിഞ്ഞിട്ട് ഇത് മുടിക്ക് നല്ല ആവശ്യമുള്ള ഒരു ഓയിൽ തന്നെയാണ്. പിന്നെ കാസ്റ്റർ ഓയിൽ, അതായത് നമ്മുടെ അവണക്കെണ്ണ 12% ആണ് ഞാൻ എടുത്തത്. പിന്നെ ബ്ലാക്ക് ക്യുമിൻ സീഡ് ഓയിൽ 8% എടുത്തു. നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിടാം. കാസ്റ്റർ ഓയിൽ പക്ഷേ 12ലും കൂടുതൽ എടുക്കരുത്. കട്ടിയുള്ള ഓയിലുകൾ വരുമ്പോൾ ഇതിന്റെ ടെക്സ്ചർ കംപ്ലീറ്റ് മാറും. അപ്പോൾ അതുകൊണ്ട് ബ്ലാക്ക് ക്യുമിൻ സീഡ് ഓയിൽ വേണമെങ്കിൽ 12 എടുക്കാം. ഇനി ഈ ഓയിൽ ആൻഡ് ബട്ടറിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ബി വാക്സ്. ഇതാണ് പിടിച്ചു നിർത്തുന്നത്. ഇനി നിങ്ങൾക്ക് ടെക്സ്ചർ ഒന്നും കൂടി അത് കൂട്ടണം, ഹാർഡാക്കണമെങ്കിൽ ബി വാക്സ്. ഞാൻ ബി വാക്സ് 25% ആണ് എടുത്തത്. അപ്പം ബി വാക്സിന്റെ കൂടെ തന്നെ നമുക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഓയിലോ ബട്ടറോ കുറച്ച് കൊടുത്തിട്ട് ഒരു 2-3% ഏതെങ്കിലും പ്ലാന്റ് ഓയിലും കൂടി പ്ലാന്റ് വാക്സും കൂടി നമുക്ക് ഇടാം. കാൻഡിലില്ല പ്ലാന്റ് വാക്സോ അങ്ങനെ ഏതെങ്കിലും ഒരു പ്ലാന്റ് വാക്സും കൂടി നമുക്ക് എടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ലെസിത്തിൻ 2%. ഇത് കോൾഡ് എമൾസിഫയർ ആണ്, ലിക്വിഡ് ടൈപ്പ് ആണ്. ഇത് പ്യോർലി പ്ലാന്റ് ബേസ്ഡ് ആണ്. നമുക്ക് ലിപ് ബാമിലും ലിപ്സ്റ്റിക്കിലും ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാൻ, സ്പ്രെഡ് ചെയ്യാൻ, അതുപോലെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി കിട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇതില്ലെങ്കിൽ നിങ്ങൾ ആഡ് ചെയ്യേണ്ട, കുഴപ്പമില്ല. അതിന് പകരം ആ 2% ഏതെങ്കിലും ബട്ടറിലേക്കോ ഓയിലിലേക്കോ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ നമുക്ക് വേണ്ടത് വൈറ്റമിൻ ഇ ആണ്. വൈറ്റമിൻ ഇ വേണ്ടത് നമുക്ക് 0.50. കാരണം ഇത് ഓയിൽ ആൻഡ് ബട്ടർ ബേസ്ഡ് ആണ്. ഒരു തരി പോലും പ്രിസർവേറ്റീവ് നമ്മൾ യൂസ് ചെയ്യുന്നില്ല. 100% നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണിത്. ഇനി നമുക്ക് കളർ പിഗ്മെന്റ് ആണ് വേണ്ടത്. അതിന് ആക്ടിവേറ്റഡ് ചാർക്കോൾ പൗഡർ ഞാനിപ്പോൾ ഇത് മേടിച്ചാണ്. പക്ഷേ ഇതിന് മുന്നേ ഉണ്ടാക്കിയത് ഞാൻ തന്നെ ഉണ്ടാക്കിയ ചാർക്കോൾ പൗഡർ, അതായത് കരിഞ്ജീരകവും പിന്നെ വേറെ അങ്ങനെ സാധനങ്ങൾ ഇട്ടിട്ട്, ഞാൻ മറന്നുപോയി, ഉലുവ അങ്ങനത്തെ സാധനങ്ങൾ ഇട്ടിട്ട് നന്നായിട്ട് കരിച്ചെടുത്തു. എന്നിട്ട് അത് പൊടിച്ച് നല്ല പൊടിയാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതായാലും കളർ പിഗ്മെന്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇത് ഞാൻ എടുത്തത് 8% ആണ്. 8-10% വരെ നമുക്ക് 12% വരെ നമുക്ക് എടുക്കാം. ഞാൻ 8% എടുത്തുള്ളൂ. ഇനി ഞാനിതെല്ലാം കൂടി ഡബിൾ ബോയിലിംഗ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഞാനത് ചൂടാക്കി. എന്നിട്ട് ഇനി അതിലേക്ക് ഞാൻ എൻ്റെ ചാർക്കോൾ പൗഡർ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ അത് നന്നായിട്ട് ഹാർഡാവല്ല, ആവശ്യത്തിന്. കാരണം ഇത് സ്പ്രെഡ് ചെയ്യുന്ന രീതിയിൽ വേണമല്ലോ. ലിപ് ബാമിന്റെ കട്ടിയല്ല, അതിനേക്കാളും സോഫ്റ്റ് ആയിട്ടുള്ള രീതിയിലാണ് നമുക്ക് വേണ്ടത്. ഇനി ലാസ്റ്റ് നമുക്ക് ലെസിത്തിനും വൈറ്റമിൻ ഇയും ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് രണ്ടും നമ്മൾ നന്നായിട്ട് തണുത്തതിന് ശേഷം ആഡ് ചെയ്യുന്നത് കൊടുക്കാനായിട്ട് പാടുള്ളൂ. ചൂടാക്കുമ്പോൾ ആഡ് ചെയ്താൽ അതിൻ്റെ ഗുണങ്ങൾ ഉണ്ടാക്കുക. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എത്തിക്കഴിയുമ്പോൾ നമുക്ക് ഒരു കണ്ടെയ്നറിലേക്ക്, ഞാൻ ഉപയോഗിച്ച കണ്ടെയ്നർ തന്നെയാണ് ഇനി ഉപയോഗിക്കുന്നത്, അതിലേക്ക് നമ്മുടെ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ മസ്കാരയുടെ ആ ഒരു ഇതുണ്ടെങ്കിൽ അതാണ് സ്പ്രെഡ് ചെയ്യാൻ ഏറ്റവും ഈസി. അല്ലെങ്കിൽ ലിപ് ബാമിന്റെ കണ്ടെയ്നറിലേക്ക് നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ മാറ്റാനായിട്ട് പറ്റില്ല. അത് നല്ല ലിക്വിഡ് ആയിരിക്കുമ്പോൾ തന്നെ ഒഴിച്ചിട്ട് അങ്ങനെയായാലും ആ ചെറിയ ലിപ് ബാമിന്റെ ട്യൂബ് ഉണ്ടല്ലോ, അത് വെച്ചിട്ടായാലും നമുക്ക് ചെയ്യാം. എന്നാലും ഒന്നുകൂടി നല്ലത് നമുക്ക് മസ്കാരയുടെ ട്യൂബ് ഉണ്ടെങ്കിൽ അതിലേക്ക് കുറച്ചാക്കിയിട്ട് അതുകൊണ്ട് ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പം ഞാനിതിൽ ഇതിങ്ങനെ ആക്കി വെക്കും. അത് കഴിഞ്ഞിട്ട് കഴിയുന്നതിനനുസരിച്ച് ഞാൻ ഇതിലേക്ക് മുക്കി ഞാനത് പിന്നെയും മസ്കാരയുടെ ട്യൂബിലേക്ക് ആക്കും. അപ്പം നമുക്ക് ചെയ്തെടുക്കാനായിട്ട് എളുപ്പമാണ്. അത് പെട്ടെന്ന് നമുക്ക് വാഷ് ചെയ്ത് കളയാനായാലും എന്തിനായാലും നമുക്ക് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. സെക്കൻഡ് ഡേ ആകുമ്പോഴേക്കും ഒന്നും കൂടി ഹാർഡാവും. ഇത്രയും ഈ സോഫ്റ്റ്നെസ് ഉണ്ടാവില്ല. ഇതുപോലെ അത്രയും ക്രീമി ആയിരിക്കില്ല ടെക്സ്ചർ. ഒന്നും കൂടി ഹാർഡായിട്ടുള്ള ഒരു ടെക്സ്ചർ നമുക്ക് കിട്ടും. ടെക്സ്ചർ ഒന്നും കൂടി ഹാർഡ് ആക്കണമെങ്കിൽ നമുക്ക് ബി വാക്സ് കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കാം. വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.